നമസ്കാരം, ഫിറോസാണ് കാസ് ഗരാജിലൂടെ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഈയിടെയായിട്ട് ന്യൂസിലും അതുപോലെ തന്നെ വീഡിയോസും പലതും കാണുന്നുണ്ട്, ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുതിയ വണ്ടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ വണ്ടി ഇടിച്ചതും അതുപോലെ തന്നെ കടകളിലേക്ക് വണ്ടി ഇടിച്ച് കയറുന്നതും. സോ കാസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മെയിനായിട്ട് നമ്മൾ നോക്കാം, നമുക്ക് കാസ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയിട്ട് 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നമുക്ക് റേവ് എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു പ്രൈസ് വെച്ചിട്ട് ആൾക്കാർ അത് എടുക്കാൻ തയ്യാറായിരുന്നില്ല. ബട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയാൽ ഇപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് ഉള്ള അത്യാവശ്യം ഔട്ട്പുട്ട് കിട്ടുന്ന മോട്ടേഴ്സാണ് ഇപ്പോൾ നിലവിൽ എല്ലാ വാഹനങ്ങളും വരുന്നത്. ഇപ്പോൾ ടിയാഗോ തൊട്ട് EQS വരെ പോയി കഴിഞ്ഞാലും അത്യാവശ്യം പെർഫോമൻസ് അല്ലെങ്കിൽ അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള മോട്ടേഴ്സാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് IC എഞ്ചിൻസ് ആയിരുന്നു. IC എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഞ്ചിൻ പ്ലസ് ഒരു ഗിയർ ബോക്സ് സിസ്റ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 100 Nm ടോർക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ് ടു 700 Nm ടോർക്കാണെങ്കിലും 600 Nm ടോർക്കാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ഒറ്റയടിക്ക് കിട്ടുന്നില്ല. നമുക്കതിൽ ഗിയർ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഗിയർ മാറുന്നതനുസരിച്ചാണ് നമുക്ക് ആ ഒരു പവർ കിട്ടുന്നത്. സോ കാസിലേക്ക് വരുമ്പോൾ അത്തരം രീതിയിലല്ല വരുന്നത്. അപ്പോൾ മെയിനായിട്ടും കാസ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാസിലേക്ക് വരുമ്പോൾ പെഡൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്ററിന് ബ്രേക്ക് പെഡലേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് ഓടിച്ച് ശീലമുള്ളവർ, IC എഞ്ചിൻസിൽ ഓട്ടോമാറ്റിക് ഓടിച്ച് ശീലമുള്ള ആൾക്കാർക്ക് ലേക്ക് വരുമ്പോൾ ആ ഒരു കാര്യത്തിൽ പെഡൽ സിസ്റ്റത്തിൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഇനി അതല്ല മാനുവൽ ഓടിച്ച ആൾക്കാരാണെങ്കിൽ ലേക്ക് പെഡൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 1 പെഡലിന് യൂസ് ചെയ്യാതെ റൈറ്റിലേക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ലെഫ്റ്റിലേക്ക് പോകിയാൽ നമ്മൾ ഡെഡ് പെഡലെ വെച്ച് കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ആൾക്കാർ അത് ശ്രദ്ധിക്കണമെന്ന് നമ്മൾ അറിയാതെ ബ്രേക്കിൽ ലെഫ്റ്റിലേക്ക് എടുത്ത് യൂസ് ചെയ്യും, ഒപ്പം തന്നെ റൈറ്റിലേക്ക് നമ്മുടെ ആക്സിലേറ്ററിലും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അപകടം നമ്മൾ വിളിച്ചു വരുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ യൂസ്ഡ് ആവേണ്ടി വരും കാസിലേക്ക് വരുമ്പോൾ. എൻ്റെ രണ്ടാമത്തെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റന്റ് ടോർക്കാണ് മോട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടറിന്റെ പൊട്ടൻഷ്യൽ എത്ര മാത്രം ഉണ്ട്. അതിപ്പോൾ 114 ആണെങ്കിലും അപ് ടു 600 Nm ടോർക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒരു പരിചയമില്ലാത്ത ഒരാൾ വണ്ടിയിൽ കയറി ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫുൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ടോർക്ക് അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു നമ്മൾ പാനിക് ആയി പോകും. അപ്പോൾ നമ്മൾ ആ ഒരു വണ്ടിയുടെ ടോർക്ക്, ആ ഒരു കാറിന്റെ ടോർക്ക് എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കി യൂസ്ഡ് ആവുന്നവരെ നമ്മൾ അത് കൊണ്ടെടുക്കുക. പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ നല്ല ബമ്പർ ടു ട്രാഫിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം ഓടിക്കാനായിട്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ലേൺ ചെയ്യുക. എന്താണ് ഇതിൻ്റെ ടോർക്ക് എന്നുള്ളത് മനസ്സിലാക്കി ഓടിച്ച് പഠിക്കുക. ഇപ്പോൾ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കാസ് അല്ലെങ്കിൽ സ്കൂട്ടേഴ്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, ബൈക്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതെല്ലാം പഠിച്ചിട്ടാണ് ഇതെല്ലാം വാഹനം വാങ്ങിക്കുന്നതെങ്കിൽ പോലും ഇത് പേപ്പറിലാണ് നമ്മൾ ആക്ച്വലി ഇത് കാണുന്നത്, ഫിഗർ എത്രയാണെന്ന് കാണുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള റീൽസ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നത് ഇന്ന പോലെ ഔട്ട്പുട്ട് ഉണ്ട്, ഇത്ര മാത്രം ഉണ്ട് നമ്മൾ അറിയുന്നത്. പക്ഷേ ഡയറക്റ്റ് ഫീൽ ചെയ്യുമ്പോഴാണ് ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ 100 Nm ടോർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അത് ഉള്ളിൽ ഒരു ആന്തരം ഉണ്ടാക്കും. അതെന്താണെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഇതൊന്ന് ഫീൽ ചെയ്ത് പതുക്കെ യൂസ്ഡ് ആയതിനു ശേഷം മാത്രം അവരെ കംപ്ലീറ്റ് ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു നെഗറ്റീവ് സൈഡ് അല്ല, ബട്ട് കാസ് എന്താണെന്ന് അറിഞ്ഞു ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്. ബട്ട് ഒരു പർട്ടിക്കുലർ ആൾക്കാരുണ്ടാവും, എഞ്ചിൻ്റെ സൗണ്ട് ഇട്ട് ഓടിക്കണമെന്നില്ല, ഗിയർ സിസ്റ്റം അതായത് കൺവെൻഷനായിട്ട് ഗിയർ ഇട്ട് ഓടിക്കണമെന്ന് താല്പര്യമുള്ളവരില്ല. ഇപ്പോൾ അത്യാവശ്യം പവർ മാത്രം ഫീൽ ചെയ്താൽ മതി എന്നുള്ളവർക്ക്, അതുപോലെ തന്നെ കുറേ ഗിമ്മിക്കായിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവർക്ക് കാസ് ചൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റൻറ്റിൽ നല്ല പവർ കിട്ടും. ഇപ്പോൾ ഒരുവിധം IC എഞ്ചിൻസ് ആയിട്ട് കിടപിടിക്കുന്ന രീതിയിലാണ് യുടെ പെർഫോമൻസ് എല്ലാം വരുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാസിന് കിട്ടുന്നൊരു ഫണ്ണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പർട്ടിക്കുലർ പീപ്പിൾസിന് കിട്ടുന്നൊരു ഫണ്ണ് വേറെ ഒരു വെഹിക്കിൾസിന് കിട്ടത്തില്ല. സോ നിങ്ങളുടെ കൂടുതൽ ആരും കാസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.